ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതിന്റെ ഒരുക്കത്തിലാണ് കോവിലകം. ഇന്ന് കല്ലുവിന്റെയും ലല്ലുവിന്റെയും വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന്റെ ആഘോഷം അവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഒപ്പം തന്നെ ആദിദേവ എൻഗേജ്മെന്റ് കൂടെ. രുക്കുവിനെക്കുറിച്ച് ഇതുവരെ ഒരറിവുമില്ല. മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്നറിയാത്ത ഒരുത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി രണ്ടു വീട്ടുകാർക്കും. അതുകൊണ്ട് തന്നെ ദേവയുടെ ഇഷ്ടത്തിന് വിവാഹം നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള ആദ്യ പടിയാണ് ഈ എൻഗേജ്മെന്റ്. പിന്നെ രുക്കുവിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ആർക്കും ടെൻഷനോ വിഷമമോ ഒന്നുമില്ല. അവൾ പോയത് ഒരു കണക്കിന് നന്നായി എന്നാണ് അവരുടെ ഭാഗം. സ്വന്തമല്ലെങ്കിലും അവളെ ഇതുവരെ പൊന്നുപോലെ വളർത്തിയ അമ്മ തന്നെ ഇങ്ങനെ പറയുന്നുവെങ്കിൽ അവളുടെ പ്രവൃത്തികൾ അത്രയും അവരെ വേദനിപ്പിച്ചു എന്ന് സാരം. പിന്നെ ലല്ലു കല്ലു രണ്ടും ഇപ്പോൾ രണ്ടറ്റത്താണ്. കല്ലു ഇപ്പോൾ കൂടുതൽ ദിവസവും പഠിക്കാനെന്ന് പറഞ്ഞ് കോവിലകത്തും ആദിയുടെയും ദേവുവിന്റെയും വീട്ടിലാണ്. ഇടയ്ക്ക് മാത്രം ലല്ലുവിന്റെ വീട്ടിൽ പോകും. ഇതുവരെ അവൾ പെറ്റീഷൻ കോർട്ടിൽ ഫയലാക്കിയിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയില്ല. ലല്ലു ഇന്നലെ വരെ കോവിലകത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ വന്നിട്ട് അങ്ങനെ ആരോടും അധികം സംസാരിക്കാൻ പോയില്ല. ലല്ലു മാത്രമല്ല, അവിടുന്ന് എല്ലാവരും വന്നിരുന്നു. അവൻ എന്തോ കേസിന്റെ ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റമെന്ന് എല്ലാവരും പറഞ്ഞു. കല്ലുവും അത് തന്നെ പറഞ്ഞു. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ് എല്ലാവരും വിവരമറിഞ്ഞാൽ മതിയെന്നാണ് കല്ലു പറഞ്ഞത്. അത് ലല്ലുവും സമ്മതിച്ചു. അത്രയും ദിവസമെങ്കിലും എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ എന്നാണ് അവരുടെ തീരുമാനം. രാവിലെ കല്ലു ഉണരാൻ കുറച്ചു വൈകിയിരുന്നു. പോരാത്തതിന് അവൻ ലീവുമാണിന്ന്. കല്ലു രാവിലെ കുളിച്ച് സാരിയുമായി മൽപ്പിടുത്തം നടത്തുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ലല്ലു ഉണർന്നത്. കോപ്പ്, ഏത് നേരത്താണോ എന്തോ സാരി ഉടുക്കാൻ തോന്നിയത്. ചേച്ചിയെ വിളിക്കാം, അതാകും നല്ലത്. ഈ പണ്ടാരം എത്ര പിടിച്ചിട്ടും ശരിയാകുന്നില്ലല്ലോ. കല്ലു പിറുപിറുത്ത് നിൽപ്പുണ്ട്. ലല്ലു എണീറ്റ് അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. രാവിലെ തന്നെ ആരെ കാണിക്കാനാടി ഈ വേഷം കെട്ട്? അവന്റെ ശബ്ദം കേട്ട് അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. ലല്ലു അവളെ പിടിച്ച് തിരിച്ചു നിർത്തി. കല്ലു എന്നിട്ടും മുഖമുയർത്തി നോക്കിയില്ല. വയസ്സ് കുറച്ചായല്ലോ, ഇതുവരെ ഒരു സാരി എങ്ങനെ ഉടുക്കേണ്ടതെന്ന് അറിയില്ലേ നിനക്ക്? അവൻ അവളുടെ തോളിൽ കിടന്ന സാരി വലിച്ചെടുത്തു നേരെ പ്ലേറ്റ് പിടിക്കാൻ തുടങ്ങി. കല്ലു വേഗം ഞെട്ടിക്കൊണ്ട് സാരിയിൽ പിടിച്ചു. ഞാൻ ചേച്ചിയെ വിളിച്ചു കൊടുത്തോളാം, കല്ലു പെട്ടെന്ന് പറഞ്ഞു. വാ അടച്ച് അടങ്ങി നിൽക്കടി. ബോധത്തോടെ അല്ലെങ്കിലും അവൻ കണ്ടറിഞ്ഞതാണല്ലോ ഈ ശരീരം. അതുകൊണ്ട് കൂടുതൽ നാണവും മറയ്ക്കലും ഒന്നും വേണ്ട. അതും പറഞ്ഞ് സാരി ഉടുക്കാൻ തുടങ്ങി. കല്ലുവിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. നല്ലൊരു ദിവസമായിട്ട് കൂടി. അവൻ നിമിഷ നേരം കൊണ്ട് സാരി നന്നായി ഞൊറിഞ്ഞുടുത്തു കൊടുത്തു. അവളുടെ ശരീരത്തിൽ അവന്റെ കൈ പതിയുമ്പോൾ അറിയാതെ അവൾ വിറച്ചുപോയി. പക്ഷേ അവൻ അവളെ നോക്കി അതിനൊക്കെ പുച്ഛിച്ചു. ആ കഴിഞ്ഞു. ലല്ലു അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കി കണ്ണ് നിറച്ചു നിൽക്കുന്നത് കണ്ടു പറഞ്ഞു. കല്ലു അവനെ നോക്കി കണ്ണ് തുടച്ചിട്ട് നന്നായി ഒരുങ്ങി വരുത്തി തീർത്ത പുഞ്ചിരിയോടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ പോയി കഴിഞ്ഞ് കുളിച്ചു റെഡിയാകാനുള്ള ഡ്രസ്സ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ബോക്സ് ഇരിക്കുന്നത്. അവൻ അതെടുത്ത് തുറന്നു നോക്കി. ഹാപ്പി ആനിവേഴ്സറി കണ്ണേട്ടാ. നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന മറുപടിയാവും പറയുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നോട് ഒരല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഷർട്ട് അണിഞ്ഞ് എൻ്റെ ഒപ്പം അമ്പലത്തിൽ വരണം. അതിലുണ്ടായിരുന്ന കുറിപ്പിലെ വാചകം അതായിരുന്നു. ലല്ലു ഷർട്ട് എടുത്ത് നോക്കി. പിന്നെ അത് അവിടെ തന്നെ വെച്ചു. എന്നിട്ട് മറ്റൊരു ഷർട്ട് എടുത്ത് കുളിക്കാൻ കയറി. മോള് പോകാനിറങ്ങിയോ? ഹേമ കല്ലുവിനെ നോക്കി ചോദിച്ചു. ഇറങ്ങി അമ്മേ, ഞാൻ പോയിട്ട് വരാം, കല്ലു എല്ലാവരോടുമായി പറഞ്ഞു. അല്ല, അളിയൻ വരുന്നില്ലേ കല്ലു? ദേവ ചോദിച്ചു. എണീറ്റിട്ടേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരാം. അവൾ കൂടുതലൊന്നും പറയാതെ ഇറങ്ങി. പിന്നാലെ പീറ്ററും ഇറങ്ങി. പീറ്റർ കാറെടുത്ത് വരുമ്പോൾ ലല്ലു റെഡിയായി വന്നു. അവന്റെ വേഷം കണ്ട് കല്ലുവിന്റെ മുഖം മങ്ങി. നീ എണീറ്റേ ഉള്ളൂ എന്നാണല്ലോ മോള് പറഞ്ഞത്, പീറ്റർ കാർ കൊണ്ട് നിർത്തി പറഞ്ഞു. ആ, നീ ഇറങ്ങിക്കോ, ഞാൻ കൊണ്ടുപോകാം അമ്പലത്തിൽ, ലല്ലു പറഞ്ഞു. പീറ്റർ ഇറങ്ങി. കല്ലുവിനെന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. ഏട്ടൻ കാർ എടുക്കുന്നുണ്ടോ? കല്ലുവിന്റെ പെട്ടെന്നുള്ള അലർച്ച കേട്ട് പീറ്റർ അവളെ നോക്കി. അവനല്ല, ഞാനാണ് കാർ എടുക്കുന്നത്. വന്നു കയറുന്നെങ്കിൽ കയറടി, കൂടുതൽ ഷോ കാണിക്കാതെ, ലല്ലു ആയിരുന്നു കല്ലുവിനുള്ള മറുപടി കൊടുത്തത്. ഞാൻ നിങ്ങളോടല്ല ചോദിച്ചത്, ഏട്ടൻ കാർ എടുത്തു വരുന്നോ ഇല്ലയോ? അവൾ കുറച്ചുകൂടെ ദേഷ്യത്തിൽ ചോദിച്ചു. പീറ്റർ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താ ഇവിടെ തർക്കം? അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിട്ട് എന്താ ഇവിടെ നിൽക്കുന്നത് രണ്ടാളും? മുത്തശ്ശൻ ചോദിച്ചു. രാവിലെ തന്നെ 2 മുടക്കാണ്, അതിൻ്റെയാണ് ഈ കാണുന്നത്, പീറ്റർ ചിരിയോടെ പറഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കാതെ സന്തോഷത്തോടെ അമ്പലത്തിൽ പോയി വാ, മുത്തശ്ശൻ പറഞ്ഞു. ഏട്ടന് കാർ എടുക്കാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ നടന്നു പൊയ്ക്കോളാം, കല്ലു വാശിയിൽ പറഞ്ഞു. ലല്ലു എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കല്ലുവിനെ തൂക്കിയെടുത്ത് ഫ്രണ്ടിലിരുത്തി. കല്ലു ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ലല്ലു അവളുടെ അടുത്തേക്ക് പോയി. അടങ്ങിയിരുന്നോണം, ഇല്ലെങ്കിൽ കാൽ തല്ലി ഓടിക്കും, ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞു എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. അത് കണ്ടപ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.
കല്ലു മുഖം വീർപ്പിച്ച് ഇരിപ്പാണ്. ലല്ലു അത്യാവശ്യം സ്പീഡിൽ തന്നെ ഡ്രൈവ് ചെയ്തു. കല്ലുവോ ലല്ലുവോ പരസ്പരം ഒന്നും മിണ്ടിയില്ല. കല്ലുവിനെ അമ്പലത്തിൽ കൊണ്ട് ഇറക്കിയിട്ട് ലല്ലു എങ്ങോട്ടോ പോയി. തിരിച്ച് കല്ല് തൊഴുതിറങ്ങിയതും അവൻ വന്നു. തിരിച്ചുള്ള യാത്രയിലും രണ്ടുപേരും മൗനം തന്നെയായിരുന്നു. വീട്ടിലെത്തിയതും ലല്ലു പിന്നെ നല്ലൊരു ദിവസമായതുകൊണ്ട് അവന്റെ ദേഷ്യവും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ച് അവർക്കൊപ്പം കൂടി. സ്ത്രീജനങ്ങളെല്ലാം അടുക്കളയിലായിരുന്നു. മുത്തശ്ശിമാരും പതിവില്ലാതെ അടുക്കളയിൽ കയറി. സന്ധ്യയോടടുത്തപ്പോൾ ആദിയും വീട്ടുകാരും കോവിലകത്തെത്തി. അവിടെ വെച്ച് എൻഗേജ്മെന്റ് നടത്താനായിരുന്നു തീരുമാനം. ദേവുവും കുടുംബവും ഉച്ചയ്ക്കെത്തിയിരുന്നു. എന്നെ അഴിച്ചുവിട്, നിങ്ങൾ ആരാ? എന്തിനാ എന്നെ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യുന്നേ? രുക്കു കയ്യിലെ ചങ്ങല പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് മരുന്ന് സിറിഞ്ചിൽ നിറച്ചു. അപ്പോഴും അയാളുടെ മുഖം അവൾക്ക് കാണാനായിട്ടില്ല. നീ എന്തിനാ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് തരുണി? ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുതെന്ന്? അവളുടെ കവിളിൽ തട്ടി ചോദിച്ചു. വല്ലവന്റെയും കുഞ്ഞിനെ എനിക്കെന്തിനാ? എന്റെ എടുത്തുചാട്ടം കൊണ്ട് ആ നശിച്ച ജന്തുവിനെ ചുമക്കേണ്ടി വന്നതും എന്റെ ജീവിതം വഴിമുട്ടിയതും രുക്കു അലറിക്കൊണ്ട് വെറുപ്പോടെ പറഞ്ഞു. അവൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. പിന്നെ അവളുടെ കവിളിൽ പിടിച്ചു അവൻ അവളുടെ കണ്ണിൽ നോക്കി. നശിച്ച ജന്തുവോ? എന്റെ കുഞ്ഞാണ് അത്, എന്റെ ചോര. നിനക്ക് നിന്റെ കാര്യം നടക്കണം, എനിക്ക് എന്റേതും. അതിനൊരു സഹായം ചോദിച്ചപ്പോൾ നീ എന്റെ കുഞ്ഞിനെ മനഃപൂർവ്വം? അവന്റെ വാക്കുകൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തി. നിങ്ങൾ ആരാ? എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? അവൾ പേടിയോടെ ചോദിച്ചു. നിന്നെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ഇനിയില്ല. കാരണം നീ ആ കുടുംബത്തിലെ അധികപ്പറ്റാ. നീ അറിഞ്ഞോ? നിന്റെ ദേവേട്ടൻ, എന്റെ ശത്രു സൂര്യദേവ്, അവന്റെ എൻഗേജ്മെന്റാണ് ഇന്ന്. വധു അതിര. പിന്നെ ഇന്ന് നിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെയാണ്. അവൻ പറഞ്ഞത് കേട്ട് രുക്കുവിന്റെ മുഖത്ത് വല്ലാത്ത ഞെട്ടൽ തെളിഞ്ഞു. നോ! അവൾ അലറി. അവൻ പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ കയ്യിലേക്ക് ആ സിറിഞ്ച് കുത്തിയിറക്കി. നിമിഷ നേരം കൊണ്ട് അവളുടെ ബോധം മറഞ്ഞു. വൈകുന്നേരം എല്ലാവരും ചേർന്ന് കേക്ക് മുറിക്കാനായി ഒരുക്കിയ സ്റ്റേജിലെത്തി. അത് കഴിഞ്ഞ് വേണം ദേവയുടെയും ആദിയുടെയും മോതിരം മാറ്റം. ഇനി എന്താ, കേക്ക് കട്ട് ചെയ്തോ അളിയാ? ദേവ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞതും കല്ലുവും ലല്ലുവും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു. പരസ്പരം ഓരോ പീസ് കേക്ക് വായിൽ വെച്ചു കൊടുത്തു. എന്തിനെന്നറിയാതെ കല്ലുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് ലല്ലു കാണുകയും ചെയ്തു. കൂടുതൽ കരഞ്ഞ് സിമ്പതി പിടിച്ച് പറ്റാൻ നിൽക്കേണ്ട. അവൻ അവളുടെ ചുണ്ടിൽ പറ്റിയ കേക്ക് തുടയ്ക്കുന്നത് പോലെ അഭിനയിച്ച് അവൾക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. കല്ലു കണ്ണ് നിറച്ച് വീണ്ടും അവനെ നോക്കി. പിന്നെ എല്ലാവരും അവർക്ക് കേക്ക് നൽകലും സമ്മാനം കൊടുക്കലും ഒക്കെ നൽകി. പെട്ടെന്ന് തന്നെ പീറ്ററും അജുവും നന്ദനും ചേർന്ന് ടേബിളൊക്കെ പിടിച്ചു മാറ്റി അവിടെ ക്ലീനാക്കി. ആദിയോടും ദേവിനോടും മുത്തശ്ശൻ പറഞ്ഞു. കേൾക്കേണ്ട താമസം. രണ്ടും നിറഞ്ഞ സന്തോഷത്തോടെ കയറി നിന്നു. ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇനി മോതിരം മാറട്ടെ അല്ലേ അച്ഛാ? മഹി ചോദിച്ചു. മാറിക്കോട്ടെ, മുത്തശ്ശൻ പറഞ്ഞു. മോൾ ആദ്യം ഇട്ടുകൊടുക്കും മോളെ, മഹി ആദിയെ നോക്കി പറഞ്ഞു. ആദിയുടെ അച്ഛൻ നിറഞ്ഞ സന്തോഷത്തോടെ ആദിയുടെ പേര് കൊത്തിയ മോതിരം അവളുടെ കയ്യിൽ കൊടുത്തു. ആദി ദേവിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അണിയിച്ചു. നമുക്കും ഇതുപോലെ ഒരു ചടങ്ങ് വേണ്ടേ? പീറ്ററിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ഗായത്രി ചോദിച്ചു. അവൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. മഹി ദേവിന്റെ കയ്യിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ പേര് കൊത്തിയ മോതിരം നൽകി. ദേവ് ചിരിയോടെ അത് അവളുടെ വിരലിൽ അണിയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു കാർ വന്നു. കാർ ഗേറ്റിനകത്തേക്ക് കയറ്റി നിർത്തി. എല്ലാവരും ഒരു നിമിഷം അങ്ങോട്ട് നോക്കി. ദേവ് മോതിരം കയ്യിൽ പിടിച്ച് നിൽപ്പാണ്. ഞാൻ നോക്കാം ആരാന്ന്, ചടങ്ങ് നടക്കട്ടെ. പീറ്റർ അതും പറഞ്ഞു പോയി. എല്ലാവരും ഒരു നിമിഷം സ്ട്രക്കായി നിന്നുവെങ്കിലും പിന്നീട് അത് മാറി. ദേവ് നിറഞ്ഞ ചിരിയോടെ ആദിയുടെ കയ്യിൽ മോതിരം അണിയിച്ചു. പിന്നെ അവളെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുംബിച്ചു. എല്ലാവരും പുഞ്ചിരിച്ചു. ദേവിന്റെ മുഖത്തെ സന്തോഷം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു അവന് ആദി എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. പീറ്റർ കാറിനടുത്ത് എത്തിയതും അത് വേഗം പുറത്തേക്ക് പോയി. പീറ്റർ ഒരു നിമിഷം ഒന്നും മനസ്സിലാകാതെ നിന്നു. പെട്ടെന്നാണ് ഒരു ബോക്സ് കിടക്കുന്നത് കണ്ടത്. അവൻ അത് എടുക്കാൻ തുടങ്ങിയെങ്കിലും ലല്ലു അവന്റെ അടുത്തെത്തി. ആരാ വന്നത്? ലല്ലു ചോദിച്ചു. അറിയില്ല, ഒരു മാസ്ക് വെച്ച ആളാണ്. കാറിന് നമ്പർ ഇല്ലായിരുന്നു, ഒരാളെ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ എത്തിയപ്പോൾ വേഗത്തിൽ കാർ എടുത്തുപോയി. ലല്ലുവിന്റെ ഒരു ചോദ്യത്തിന് അവൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പീറ്റർ പറഞ്ഞു. പീറ്റർ താഴെ കിടന്ന ബോക്സ് എടുത്ത് ലല്ലുവിനെ ഏൽപ്പിച്ചു. ലല്ലു അത് തുറന്നു നോക്കി. രുക്കുവിന്റെ ഒരു ചിത്രമായിരുന്നു, അവളെ ചങ്ങലയിൽ കെട്ടിയിട്ടേക്കുന്ന ഒരു ചിത്രം. പിന്നെ ഒരു സ്മൈലി ബോൾ. കൂടെ ഒരു കുറിപ്പ്. നിനക്ക് ഏറെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങളുടെ അവസാന നിമിഷങ്ങൾ ഉടനെ നീ കാണും. ആദ്യ ഭാര്യയുടെ അന്ത്യശ്വാസം നിലയ്ക്കുന്നത് സൂര്യദേവ് നേരിട്ട് കാണും. അതായിരുന്നു അതിലെ വാചകങ്ങൾ. പീറ്റർ ലല്ലുവിനെ നോക്കി. പിന്നെ കുറച്ചു ദൂരെയായി ആദിയെ ചേർത്ത് പിടിച്ച് ചിരിയോടെ നിൽക്കുന്ന ദേവിനെയും. തൽക്കാലം ഇപ്പോൾ ഇത് ആരും അറിയണ്ട. ആ വന്നത് വഴിതെറ്റി വന്ന ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ മതി. അവരുടെ സന്തോഷം കളയണ്ട.
ലല്ലു പീറ്ററിനോട് പറഞ്ഞു. പീറ്റർ ഒന്ന് മൂളി. രണ്ടുപേരും പിന്നെ അവർക്കൊപ്പം ചേർന്ന് ഫോട്ടോ എടുക്കലും ഭക്ഷണം കഴിക്കലുമൊക്കെയായി സമയം കടന്നുപോയി. അധികം വൈകാതെ തന്നെ ആദിയും ദേവും കുടുംബങ്ങളും ഇറങ്ങി. രാത്രി കിടക്കാൻ പോകും മുന്നേ ഗായത്രിയെ പീറ്റർ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു. അവളെയും കൊണ്ട് ഗാർഡന്റെ അടുത്ത് വന്നു പീറ്റർ. കുറച്ചു സമയം ഒന്നും മിണ്ടാതെ നിന്നു പീറ്റർ. പിന്നെ സംസാരിച്ചു തുടങ്ങി. നിനക്കെന്നെ എത്ര നാളായിട്ട് അറിയാം ഗായത്രി? പീറ്റർ സൗമ്യമായി ചോദിച്ചു. ഗായത്രിയുടെ മുഖത്തെ ചിരിയും സന്തോഷവും പതിയെ മാറി. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. കൂടിപ്പോയാൽ 1 വർഷം അല്ലേ? പീറ്ററിന്റെ ചോദ്യത്തിന് അതേ എന്ന് തലയനക്കി. നീ അറിയുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ഒരു കഴിഞ്ഞ കാലമുണ്ട്. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കഴിഞ്ഞ കാലം. അതൊന്നും നിന്നോട് ഞാൻ പറയുന്നില്ല. കാരണം നിനക്ക് കുറച്ചൊക്കെ അറിയാം. ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. ഗായു അവന്റെ മുഖത്തു നിന്ന് അണുവിട കണ്ണുകൾ ചലിപ്പിക്കാതെ നോക്കിയിരിപ്പാണ്. എന്റെ പിന്നാലെ നടന്നു നീ വെറുതെ സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. നിനക്ക് വിദ്യാഭ്യാസവും നല്ല ജോലിയും കുടുംബവും ഒക്കെയുള്ള ഒരാളെ വീട്ടുകാർ കണ്ടുപിടിച്ച് തരും. അയാളോടൊപ്പം സന്തോഷമായി നീ കഴിയണം. ഗായത്രിയുടെ കണ്ണു നിറഞ്ഞു. പീറ്റർ അത് കാണാത്ത പോലെ തുടർന്നു പറഞ്ഞു. എനിക്ക് ഒരാളെ ഇഷ്ടമാണ് ഗായത്രി. ഞാൻ സ്നേഹിക്കാതെ അകറ്റിവിട്ടാലും അകന്നു പോകാതെ എന്നെ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ. അധികമൊന്നും ആയിട്ടില്ല. വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട്. പരസ്പരം വേർപിരിഞ്ഞു പോകാനാകാത്ത വിധം എന്നിലവൾ വേരൂന്നിപ്പോയി. അവൻ ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. എന്നോടൊരു വാക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ കോമാളിയാക്കിയത്? മറ്റൊരാൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നും ഞാൻ ആശിച്ചിട്ടില്ല. എന്നോട് ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നോ? കരഞ്ഞുകൊണ്ട് ഗായത്രി ചോദിച്ചു. മനുഷ്യനല്ലേ ഗായത്രി, മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടാകും. അതിൽ ചിലത് ആരോടെങ്കിലും പറയും, ചിലത് ആരോടും പറയാനാകാത്ത സ്വകാര്യമായി ഉള്ളിലൊതുങ്ങും, അവൻ പറഞ്ഞു. ഗായത്രി അവനെ വീണ്ടും നോക്കി. ഞാനിപ്പോഴും നിന്നോടിത് പറയാതെ ഉള്ളിൽ ഒതുക്കിയേനെ. പക്ഷേ ഇന്ന് നീ അവിടെ വെച്ച് തമാശയ്ക്കാണെങ്കിലും അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഇനിയും പറയാതെ ഇരിക്കുന്നത് മോശമാണെന്ന് തോന്നി. ഗായത്രി ഒരു നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ മറന്ന് സ്മാർട്ടാകണം, അവളോട് പുഞ്ചിരിയോടെ പറഞ്ഞു. ഗായത്രി കണ്ണുകൾ തുടച്ചു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. എന്നാൽ ഇതൊക്കെ ബാൽക്കണിയിൽ നിന്ന് ലല്ലു കാണുന്നുണ്ടായിരുന്നു. പീറ്റർ അവൾ പോയ വഴിയെ കുറച്ചു സമയം നോക്കി നിന്നു. പിന്നെ ഫോണെടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ലല്ലു കണ്ടു. അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. ലല്ലു ഒന്നുകൂടെ അവനെ നോക്കിയിട്ട് റൂമിലേക്ക് പോയി. ലല്ലു ബാൽക്കണിയിൽ നിന്ന് കയറി വന്നതും കല്ലു ഡോർ അടച്ചു തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവനെ കണ്ടപ്പോൾ കല്ലു ഒന്ന് നോക്കി. അവന്റെ രൂക്ഷമായ നോട്ടം കണ്ടപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ഡ്രസ്സൊക്കെ എടുത്ത് ഫ്രഷ് ആകാൻ കയറി. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് അവൾ തിരിച്ചു വന്നു. ദേവുവിന്റെ കോളായിരുന്നു അത്. കല്ലു ലല്ലുവിനെ ഒന്ന് നോക്കിയിട്ട് കോൾ എടുത്ത് പുറത്തേക്ക് പോയി. ലല്ലു അവൾ പോയ വഴിയെ ഒന്ന് നോക്കി. പിന്നെ ക്ലോക്കിൽ സമയവും നോക്കി. പെട്ടെന്ന് കല്ലു സന്തോഷത്തോടെ ഓടി ലല്ലുവിന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഫോണിൽ എന്തോ, പിന്നെ അത് അവന് നേരെ നീട്ടി. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട്. ദേ എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങി ഞാൻ പാസ്സായിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് പഠിത്തവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ കണ്ണേട്ടന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പെൺകുട്ടിയാകില്ലേ? ലല്ലു ഒരു നിമിഷം താൻ ഇടയ്ക്ക് എപ്പോഴോ അവളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. ഫ്ലാഷ് ബാക്ക്. കല്ലുവിന്റെ എക്സാം റിസൾട്ട് വന്ന ദിവസം ആദി ലല്ലുവിനെ വിളിച്ചു. കല്ലു 3 സബ്ജക്റ്റ് ഫെയിലായി. കോളേജിലെ ടോപ്പ് സ്റ്റുഡൻസ് പട്ടികയിൽ ഉണ്ടായിരുന്ന കല്ലു പെട്ടെന്നുള്ള വിവാഹവും അതിനിടയിലുള്ള പ്രശ്നങ്ങളുമായി അവളുടെ പഠനം ഇങ്ങനെയാകാൻ എന്നു പറഞ്ഞ് ആദി ലല്ലുവിനെ കുറ്റപ്പെടുത്തി. എന്നെ എന്തിനാ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? കല്ലു അപ്പോഴത്തെ ദേഷ്യത്തിന് അവളോട് കത്തിക്കയറി. എന്ത് യോഗ്യതയാണ് നിനക്കുള്ള എൻ്റെ ഭാര്യയായിരിക്കാൻ? കുറച്ച് സൗന്ദര്യവും കുടുംബക്കാർ എഴുതി തന്ന കുറച്ച് സ്വത്തും മാത്രം പോരാ. കുറച്ച് വിദ്യാഭ്യാസവും ഒരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരുത്തിയാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ വല്ലവരുടെയും ചിലവിൽ കഴിയുന്ന ഒരടിമയല്ല. കല്ലു അവനെ അത്ഭുതത്തോടെ നോക്കി. അപ്പോ അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ആട്ടി അകറ്റുന്നത്? കല്ലു ചോദിച്ചു. അതെ, അതുകൊണ്ട് തന്നെയാണ്. മനുഷ്യനെ ശല്യം ചെയ്യാതെ ഒന്ന് ഇറങ്ങിപ്പോവോ എങ്ങോട്ടെങ്കിലും? ശല്യം. അന്നു മുതലാണ് കല്ലു ലല്ലുവിൽ നിന്ന് കൂടുതൽ അകന്നത്. കണ്ണേട്ടാ. അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൾ വീണ്ടും വിളിച്ചു. ഇനി നീ എൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഭാര്യയായിട്ട് എന്തിനാ? നമ്മൾ നിയമപരമായി പിരിയാൻ പോകുകയല്ലേ? ലല്ലു ചോദിച്ചു. കേൾക്കേണ്ട താമസം അവൾ അവളുടെ കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗിൽ നിന്ന് അന്നത്തെ പെറ്റീഷൻ എടുത്തു അവനെ കാണിച്ചു. ഇത് ഞാൻ ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല കണ്ണേട്ടാ. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു.